പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ ഹെഡ് പോസ്റ്റിനെടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോംഗാർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നാണ്. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു നരാധമയായിട്ടുള്ള പെണ്ണ് ഒരു വീഡിയോ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ പാവത്തിന് ജീവൻ വെടിയേണ്ടി വന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വലിയ കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ, എന്നെ ഉപദ്രവിക്കുന്ന മുമ്പ് ആ ഒരു ചെങ്ങാതി തൊട്ടു മുമ്പുള്ള വേറൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരാതി ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടിയോ ആ ബസ്സിലെ കണ്ടക്ടറോടോ ക്ലീനറോടോ അല്ലെങ്കിൽ ഡ്രൈവറോടോ പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായിട്ട് അവർ പറയുന്നു ഇങ്ങനത്തെ ഒരു പരാതി വന്നിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് റീച്ച് കിട്ടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഗിമ്മിക്സ് കളിയായിരുന്നു. ആ ഒരു ഗിമ്മിക്ക് കളിയുടെ ഭാഗമായിട്ട് ഒരു പാവം ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ. എന്തായാലും പെണ്ണിപ്പോൾ നാട്ടിലില്ല, ഒളിച്ചോടിപ്പോയി, എവിടേക്കോ നാട് വിട്ടിരിക്കുന്നു, ഗൾഫിലേക്ക് എങ്ങാണ്ടാ മുങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് ഉടാവിലേക്ക് മുങ്ങിയാലും നമ്മളെ പോലീസ് പിടിച്ചിരിക്കും. ഇങ്ങനത്തെ സാധനമൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചിടുക തന്നെ വേണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. എത്തിക്കുമായിരുന്നു. രണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്ന് പച്ചക്കള്ളം പറഞ്ഞു ഷിംജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വസ്തുതയായിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കള്ളം അത് പൊളിഞ്ഞു വീഴുകയാണ്. അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ കണ്ടില്ലേ? അത് ഇവർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഇവർ അറിയിച്ചു എന്നൊക്കെയാണ്. ഓൾറെഡി അറിയിച്ചിട്ടില്ല. ഈ വിവരം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത്ര ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് അതിൻ്റെ ആ ഒരു വീഡിയോയിൽ ഒരു ദത് അവർക്ക് കിട്ടിയത്. അപ്പോഴാണ് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കിയിട്ട് കൃത്യമായിട്ടും അയാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇനി പണം തട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരിപാടി നടത്തിയെന്ന കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ചോളെ നമ്മളെ പണിയുടെ ഇതായതുകൊണ്ട് പെട്ടെന്ന് 10 രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാ? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി നമ്മൾ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൾഫിനാരെ അയച്ചു കൊടുത്തായത്. പക്ഷെ അന്നേരം നമ്മളിതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം കണ്ടില്ലേ? ബസ്സിലത്തെ ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിൽ അത്തരത്തിലുള്ള ശബ്ദമോ അല്ലെങ്കിൽ പരാതിയോ അല്ലെങ്കിൽ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടമായിട്ട് ആളുകൾ കയറുന്നത്, അപ്പം മുമ്പിലൂടെയാണ് കയറുന്നത് പുറകിലൂടെയാണ് കയറുന്നത്, ഇതൊന്നും നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹം കയറുന്നു, പക്ഷേ ഒരു കുറ്റം ചെയ്യാത്ത ആ ഒരു മനുഷ്യനെ അതിഭീകരമായിട്ട് താറടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹെഡ് പോസ്റ്റ് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? സുഹൃത്തുക്കളെ, പറയുന്നത് CCTV ദൃശ്യമൊക്കെ പറയുന്നുണ്ട്. CCTV ദൃശ്യത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ കയറുന്ന കാണിക്കുന്നുണ്ട്, ദീപക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കയറുന്ന കാണിക്കുന്നുണ്ട്. തൊട്ടുപുറകിൽ ഈ പറയുന്ന സ്ത്രീയും ആ പെണ്ണെടുത്തും ഷിംജിത്ത് എന്ന് പറയുന്ന ആ നുണയത്തി, അങ്ങനെ തന്നെ പറയണം, അവരോട് കയറുന്നതാണ് കാണിക്കുന്നത്. എന്തൊക്കെയായാലും ബസ്സിൻ്റെ ആളുകൾ കൂടി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പരാതിയും ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണൊക്കെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഷിംജിത ഇപ്പോൾ ഒളിവിലേക്ക് പോയിരിക്കുകയാണ്. ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിൽ കേസെടുത്തതോടെ യുവതി ഒളിവിൽ പോയതായി സൂചന. വടകര സ്വദേശി ഷിംജിതയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. യുവതിയുടെ ഫോണും പരിശോധിക്കും. ദീപകിന്റെ മാതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ ഇന്നലെയാണ് യുവതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തത്. PS രഞ്ജിത്താണ് വിശദാംശം. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഭീകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നുവെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കളെ,
അയാളെ മാത്രമല്ല അയാളെ കുടുംബത്തെ മുഴുവൻ അടപടലം മൂഞ്ചിക്കൊണ്ട് എല്ലാറ്റിനും പിടിച്ചിട്ട് ജയിലിൻ്റെ അകത്താക്കിയിട്ടുണ്ടാവും ഇപ്പം തന്നെ പോലീസ്. പക്ഷേ ഇത് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ എന്താ പറയുക കുറ്റങ്ങളെല്ലാം ചെയ്തത് ഒരു സ്ത്രീയാണെന്നതിനാൽ ഭയങ്കരമായിട്ടുള്ള പ്രിവിലേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നത് പുരുഷന്മാരാണ് എല്ലാം കൂടി അങ്ങോട്ട് പണ്ടാറടക്കുന്നത്. ഒരു തേങ്ങയില്ല. അത് ഭീകരമായിട്ടുള്ള പ്രിവിലേജാണ് സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നോക്കൂ, ഈ പോകുന്ന പോക്കിൽ ആ സ്ത്രീ, ഏതെങ്കിലും സ്ത്രീ ഈ ചെങ്ങായി എന്നെ കുറേ നേരം ഉപദ്രവിക്കാൻ തുടങ്ങുന്നു എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലത്തെ ആ ഒരു ബസ്സിത്തെ ഒരുപക്ഷെ 6 വൃത്തികെട്ടവനായിട്ടുള്ള പുരുഷൻ പോലും ചിലപ്പോൾ പോയിട്ട് 2.5 പൊട്ടിക്കും. അങ്ങനെ നടക്കുള്ളൂ. നേരെ തിരിച്ചൊന്നും നടക്കില്ല. ഇങ്ങനെ അത്രയ്ക്കധികം പ്രിവിലേജ് ആയിട്ട് നടക്കുന്ന ഒരു ടീമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അത്രയ്ക്കധികം പ്രിവിലേജ് ഉണ്ട്. ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവാൻ ശ്രമിച്ചത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് കേട്ടോ. നോക്കൂ, ഒരു റീലെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ വരും വരായികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചേ മതിയാവും എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു പെണ്ണ് എന്താണ് ഇവിടെ ഇല്ല എന്നും അവര് വേറെ എങ്ങോട്ടൊക്കെ പണ്ട് ഇപ്പോൾ വിവാഹം എന്തൊക്കെ പ്രശ്നമായിട്ട് 4-5 മാസമായിട്ട് ഇവർ വേറെ താമസിക്കുകയാണെന്നൊക്കെ പല വർത്താനമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് മനസ്സിലായില്ലേ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല, അതിൻ്റെയൊക്കെ വിട്ടുകളയുന്നു. എന്തൊക്കെയായാലും ഇത്രയേ ഉള്ളൂ. ബസ്സിലത്തെ ആളുകളടക്കം പറയുന്നു ഇങ്ങനത്തെ ഒരു പരാതി വന്നിട്ടില്ല. ബസ്സിലത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടേയില്ല എന്ന്. അതിന് വേണമെങ്കിൽ ആ ഒരു ബസ്സിലത്തെ CCTV കിട്ടുമോ നോക്കട്ടെ. ഇതാ നല്ല ശിക്ഷ കൊടുക്കണം. അതിനാലും കുറച്ച് ആക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ വട്ടയിട്ട ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ആ നമ്മുടെ ആത്മഹത്യ ചെറുപ്പക്കാരൻ കയറി വരുന്നത് കാണാം. പക്ഷേ അവിടെ എവിടെയും ഉപദ്രവിക്കുന്ന മറ്റുമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും കാണാനില്ല. ബൈ സുഹൃത്തുക്കളെ.